Good afternoon. എല്ലാവരും ഇല്ലേ അവിടെ? ഓക്കെ. ഞാൻ 2-3 മിനിറ്റായി ഞാനിവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കുഞ്ഞു സംസാരം ഞാൻ ഇവിടെ കേട്ടു. ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്കിലും ഇപ്പോഴത്തെ മൊഡ്യൂൾ ഭയങ്കര കഷ്ടമാണ്. അത്ര ബുദ്ധിമുട്ടാണോ നിങ്ങക്ക്? ആണോ? ഇത്തിരി ചാപ്റ്റേഴ്സ് ഇത്തിരി ലെങ്തി ആണ്, അത് ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് പോലെ കുറച്ച് ഓക്കെ. അതെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ആ ഒരു സംസാരം കേട്ടപ്പോ, സങ്കടം കേട്ടപ്പോ ഞാൻ അത് പറഞ്ഞതാട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട, അത് ബുദ്ധിമുട്ടാണ്. അത് ചാപ്റ്റേഴ്സ് ഇത്തിരി വലിയതാണ്. പിന്നെ മറ്റത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളില് ജസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം അല്ലെ, പേജസ് വളരെ കുറവായിരുന്നു. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരുന്നു അവിടെ അല്ലെ. അതായത് സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അവിടെ എല്ലാരും അല്ലെ. വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ ഒരു പ്രാവശ്യം വായിച്ച് നമുക്ക് ഓർമ്മയിൽ നിൽക്കുമായിരുന്നു അല്ലെ. 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി ചാപ്റ്റർ വലുതാണ്. അതായത് കണ്ടന്റ് കൂടുതലാണ് ഇവിടെ. അതിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് വായിച്ചു മെമ്മറിയിൽ നിൽക്കുന്നില്ല. ഓക്കെ, അതിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും പറയും തേർഡും ഫോർത്ത് മൊഡ്യൂളില് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലെ. അപ്പൊ എന്താ പറയാ, അതിനൊരു സൊല്യൂഷൻ അല്ലേ ഞങ്ങൾ പറഞ്ഞു തന്നെ. അതായത് എന്താ, ഫസ്റ്റ് തേർഡ് ഫോർത്ത് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ ഉണ്ട് അല്ലെ. പ്രത്യേകം നിങ്ങളോട് നോട്ട് ചെയ്ത് പഠിക്കാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എത്രയോ ബാച്ചുകൾ കഴിഞ്ഞു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്കറിയാം. ഏകദേശം ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അറിയാം അതിന് ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ചില ഏരിയയിൽ നിന്ന് ഒട്ടും ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് വെറുതെ വായിച്ചു നോക്കിയാൽ മതി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തന്നത്. ഇതിൽ കൂടുതൽ ഞങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരും നിങ്ങളെ അല്ലെ. ഇമ്പോർട്ടന്റ് അണ്ടർലൈൻ ചെയ്ത് തന്നെയില്ല, എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് അവർക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലെ. നമ്മൾ സ്കൂളിലും അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്നേ. ടീച്ചർ ഇമ്പോർട്ടന്റ് ആണ് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അത് താരമായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ അതാണ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് പോണത് തന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സമയത്തിന്റെ അനുസരിച്ച് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് റിവിഷൻ ചെയ്യാം. അതുകൊണ്ട് അതോർത്ത് ആരും ബുദ്ധിമുട്ടിക്കണ്ട കേട്ടോ. മെയിൻ എക്സാമിന്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പോർഷൻസ് ആവണേലേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും തീരാറായിട്ടില്ലല്ലോ. ഇനിയും ഇതിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി അടുത്തൊരു വലിയ ചാപ്റ്റർ, പിന്നെ ഒരു കുഞ്ഞു ചാപ്റ്റർ. അത്രയല്ല, അതിൽ കൂടുതലുണ്ട്. ഓവർവ്യൂ കഴിഞ്ഞ ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. 2-3 ചാപ്റ്റർ കൂടി ഉണ്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ. എന്തായാലും നമ്മൾ എവിടെ വരെ എത്തിയായിരുന്നു? എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിൽ പറയരുത് കേട്ടോ. അങ്ങനെ പറയാൻ കുഴപ്പമില്ല, സിമ്പിൾ ആണ്, ഓക്കെ ആണെന്നൊക്കെ തന്നെ മനസ്സിൽ വയ്ക്കുക. ഒരു പോസിറ്റീവ് ആയിട്ട് ഇതായിട്ട് എടുക്കുക. നമ്മൾ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നണല്ലേ. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് എളുപ്പമല്ലേ ഇമ്പോർട്ടന്റ് ഒക്കെ പറഞ്ഞു തരുമ്പോൾ. അതൊക്കെ ഒന്ന് വായിച്ചു വെക്കണം. അത് അന്നൊന്ന് തന്നെ വായിക്കണം. അത് ഞാൻ പറഞ്ഞല്ലേ, അത് അന്നൊന്ന് തന്നെ വായിച്ചു വെക്കുക കേട്ടോ. അത് കൂട്ടിയിടുന്നവർക്ക് മാത്രം ബുദ്ധിമുട്ട് വരുള്ളൂ. ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഇന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒരു പ്രാവശ്യം വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, എക്സാം ആവട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറഞ്ഞത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മേൽനോട്ടം വഹിക്കുന്നത്, അതിന്റെ മാനേജ്മെന്റ്. ആ പോയിന്റ്സുകളല്ലേ പറഞ്ഞത്. അത് ഞാൻ ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞിട്ട് നോട്ട് ചെയ്തിടാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രിൻസിപ്പിൾസ് ആണ്. ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഒബ്ജക്റ്റീവ്സും അത്ര അങ്ങനെ ആ ഒരു ഏരിയയിൽ അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അഥവാ ചോദിക്കില്ല തീരെ അങ്ങനെയല്ല പറഞ്ഞത്. കൂടുതലായിട്ട് അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത് കഴിയുമ്പോൾ കുറെ ഫോർമുലാസ്, മോർട്ടാലിറ്റി റേറ്റ്, അത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ ഇൻസിഡന്റ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ വരുന്നുണ്ട്. എന്തായാലും ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ. ആ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സെക്ഷനിൽ നിന്നൊന്നും അധികം ചോദിച്ചു കണ്ടിട്ടില്ല. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്? അല്ലാതെ ഈ പോയിന്റ് മൊത്തം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഓക്കെ, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതൊക്കെ കേട്ടോ.
ഇമ്പോർട്ടന്റ് സെക്ഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് എഴുതി തന്നെ വെച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കുറെ പോയിന്റ്സ് അവിടെ കിടക്കണം കേട്ടോ. ഒരു 13 പോയിന്റോളം നമുക്ക് പഠിക്കാനുണ്ട്. എന്താണെന്ന് വേഗം പറഞ്ഞു പോകാം. This should be healthy national health policy. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താണ് നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ? ഒരു ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞ എന്താണ്? അതായത് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഹെൽത്ത് പോളിസികൾ, നാഷണൽ ഹെൽത്ത് പോളിസികൾ. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണ് ഹെൽത്ത് പോളിസികൾ, നാഷണൽ ഹെൽത്ത് പോളിസികൾ. അതെന്താ? നമ്മുടെ ഭാവിയിലേക്കുള്ള ആരോഗ്യ പരിപാടികൾ നയിക്കാൻ, കൂടുതൽ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന, സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള, അത് അവർ പബ്ലിഷ് ചെയ്യുന്ന പോളിസികളാണ് നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പൊ എങ്ങനെയായിരിക്കണം ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ? അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്തനുസരിച്ചായിരിക്കണം? എന്തിനനുസരിച്ചായിരിക്കണം? ഒരു നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ദീസ് ഷുഡ് ബി നാഷണൽ ഹെൽത്ത് പോളിസി. ഒരു ആരോഗ്യകരമായിട്ടുള്ള ദേശീയ നയമായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? ഷുഡ് ബി നാഷണൽ ഹെൽത്ത് പോളിസി. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം? ഷുഡ് ബി എ നാഷണൽ ഹെൽത്ത് പോളിസി, ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി, അതനുസരിച്ചായിരിക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞ സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ മികച്ച, ഒരു നല്ല മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഇനി ആ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. ആരോഗ്യ നയം നടപ്പിലാക്കുന്നതിനായി മികച്ച ഒരു ആരോഗ്യ ഘടന രൂപപ്പെടുത്തിയിരിക്കണം, അല്ലെങ്കിൽ ഒരു ടീം, അങ്ങനെയുള്ള ഒരു ടീമിനെ ഫ്രെയിം ചെയ്യിക്കണം. അപ്പൊ എന്ത് പറ്റും? ആ ടീമിനോട് തന്നെ നമുക്ക് ഈ ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇത്ര നോട്ട് ചെയ്തിട്ടാ മതി. ഷുഡ് ബി സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ്. ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. എങ്ങനെയാ? അല്ലെങ്കിൽ ഒരു ടീമിനെ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടിയാ? ഈ ഹെൽത്ത് പോളിസികൾ നടപ്പിലാക്കണ്ടേ? അതിനു വേണ്ടി അതിനുള്ള ഒരു ടീമിനെ രൂപപ്പെടുത്തണം. അപ്പൊ ആ ടീമിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അവരിലൂടെ, ആ ഒരു ടീമിലൂടെ തന്നെ നമുക്ക് ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, നടപ്പിലാക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ. There should be integration എന്ന് വെച്ചാൽ സംയോജനം. എന്തിന്റെ എല്ലാം? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ് അറ്റ് ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ. എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണതലത്തിലുമുള്ള പ്രിവെന്റീവ്. നോക്കിയേ, പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കുന്ന, അല്ലെ? ക്യൂറേറ്റീവ്, രോഗശാന്തി നൽകുന്ന രീതിയിലുള്ള ഒരു, അതിന്റെ ഒരു ഇന്റഗ്രേഷൻ, ഒരു സംയോജനം വേണം. എല്ലാ ഭരണതലങ്ങളിലും പ്രതിരോധ രോഗശമന സേവനങ്ങളുടെ ഒരു ഇന്റഗ്രേഷൻ വേണം. ഏതിന്റെയൊക്കെയാ? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസസ്. കണ്ടോ? There should be a integration of preventive and curative services. എവിടെയാണ്? At all administrative level. എവിടെ? എല്ലാ ഭരണതലങ്ങളിലും. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി നാലാമത്തെ പോയിന്റ്. അതുകൊണ്ട് ഇത് പോയിന്റ്സ് ഒന്നും ഇങ്ങനെ പറഞ്ഞു പോണേ ഉള്ളൂ കേട്ടോ. നോക്കിയേ, there should be centralized direction and decentralized action. Centralized direction എന്ന് പറഞ്ഞ എന്താ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞ എന്താ? ഒരു മാനേജ്മെന്റ്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഉയർന്ന ഒരു സ്ഥാപനമാണ് തീരുമാനമെടുക്കുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, അല്ലെ? ഒരു ഭരണം, അതാണ് തീരുമാനമെടുക്കുന്നത്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിനുള്ള പ്രവർത്തനങ്ങള് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സജിതയ്ക്ക് ഒന്ന് പേജ് നമ്പർ ഷെയർ ചെയ്ത് കൊടുത്തേരെ കേട്ടോ ആരെങ്കിലും. അതായത് എങ്ങനെയായിരിക്കണം? ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ഒരു കേന്ദ്രീകൃതമായിരിക്കണം, ഒരു സെൻട്രലൈസ്ഡ് ആയിരിക്കണം.
ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഡയറക്ഷൻ, അതായത് ഉയർന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് തീരുമാനങ്ങൾ പറയുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് എങ്ങനെയായിരിക്കണം പ്രവർത്തനങ്ങൾ, എങ്ങനെയായിരിക്കണം ഡീസെൻട്രലൈസ്, വികേന്ദ്രീകൃതമായിരിക്കണം. അതായത് അതിനനുസരിച്ചുള്ള, അപ്പൊ ആ ഒരു മെയിൻ ഹെഡ് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നിർദ്ദേശങ്ങള് നമ്മൾ അതിനനുസരിച്ച് ആയിരിക്കണം പ്രവർത്തനങ്ങള്. എന്താണ്? There should be centralized direction and decentralized action. കിട്ടിയോ? നാലാമത്തെ പോയിന്റ്. ഡയറക്ഷൻ ഒരു കേന്ദ്രീകൃതമായിരിക്കണം, അതിനനുസരിച്ചായിരിക്കണം പ്രവർത്തനങ്ങള്. ഓക്കെ, അടുത്ത നോക്കി അഞ്ചാമത്തെ പോയിന്റ്. പ്ലാൻ ദ ഹെൽത്ത് പ്രോഗ്രാം ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രയോറിറ്റി. ഇനി ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെ ആസൂത്രണം ചെയ്യണം? എങ്ങനെ? പ്രയോറിറ്റി അല്ലെ, മുൻഗണനയെ അടിസ്ഥാനമാക്കിയാണ്. ആൻഡ് മസ്റ്റ് മീറ്റ് ദ ഹെൽത്ത് റിക്വയർമെന്റ്സ് ഓഫ് ദ പീപ്പിൾ. എങ്ങനെ വേണം? എന്ത് വേണം? ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ, ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ്, ആവശ്യകതകൾ അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, ജനങ്ങളുടെ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങള് റിക്വയർമെന്റ്സ് അതിനെ നിറവേറ്റുന്ന രീതിയിൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ. എങ്ങനെ വേണം? നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റൂല. എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യണേ? എന്തിന് പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സിന് അല്ലെ, ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സിനെ മീറ്റ് ചെയ്യുക അല്ലെ, അവയെ നിറവേറ്റുന്നതായിരിക്കണം. അവയുടെ എന്താ പറഞ്ഞേക്കുന്നേ? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സിനെ നിറവേറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സിന് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ വേണം ഹെൽത്ത് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ. കിട്ടിയോ? 5 പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. കോൺസെപ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഒരു നാഷണൽ ഹെൽത്ത് പോളിസി അനുസരിച്ചായിരിക്കണം. പിന്നെ ഒരു മികച്ച ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ ഫ്രെയിം ചെയ്യിക്കണം. എന്നിട്ട് അവരിലൂടെ നമുക്ക് ഹെൽത്ത് പോളിസി ഇംപ്ലിമെന്റ് നടപ്പിലാക്കാൻ പറ്റും. പിന്നെ ഒരു എങ്ങനെയായിരിക്കണം? എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഭരണതലങ്ങളിലുമുള്ള ഇങ്ങനെ പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസുകൾ, അതിന്റെ ഒരു ഇന്റഗ്രേഷൻ വേണം. പിന്നെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ ആയിരിക്കണം. അതിനനുസരിച്ചുള്ള വികേന്ദ്രീകൃത പ്രവർത്തനങ്ങള്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം. പിന്നെ ഈ ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണനയെ അടിസ്ഥാനമാക്കണം. ഇനി എന്തിനു മുൻഗണന കൊടുക്കണം നമ്മള്? എന്തിനാണ്? ആളുകളുടെ ഹെൽത്ത് റിക്വയർമെന്റ്സ് അല്ലെ, അവരുടെ ആരോഗ്യകരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് വേണം ഹെൽത്ത് പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ. ക്ലിയർ ആയോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ഓക്കെ ആണോ? യെസ്. ആറാമത്തെ പോയിന്റ് നോക്കി, ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല കേട്ടോ, പോയിന്റ് ആയിട്ട് കൊടുത്തേക്കണേ. ആറാമത്തെ പോയിന്റിൽ എന്താ? ഫേം എന്ന് വെച്ചാൽ ഉറച്ച. ബേസിക് ഹെൽത്ത് സർവീസസ് അവൈലബിൾ എന്ന് വെച്ചാൽ എന്താ? ലഭ്യമായിരിക്കണം. അക്സസിബിൾ, പ്രാപ്യമായിരിക്കണം. അസസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പ്രാപ്യമായിരിക്കണം. ദെൻ അക്സെപ്റ്റബിൾ, അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വീകാര്യപ്രദമായിരിക്കണം. ടു ദ പീപ്പിൾ, ഒരു ഹെൽത്ത് സർവീസ്, ബേസിക് ഹെൽത്ത് സർവീസ് എങ്ങനെയായിരിക്കണം? അവർക്ക് എപ്പോഴും ലഭ്യമായിരിക്കണം, അവർക്ക് പ്രാപ്യമായിരിക്കണം, അതുപോലെ അവർക്ക് സ്വീകാര്യപ്രദവുമായിരിക്കണം. ക്ലിയർ ആയില്ലേ? അവൈലബിൾ, അക്സസിബിൾ ആൻഡ് അക്സെപ്റ്റബിൾ ടു ദ പീപ്പിൾ. അങ്ങനെ ആയിരിക്കണം ഒരു അടിസ്ഥാന ആരോഗ്യ സേവനങ്ങൾ. അടുത്ത നോക്കിയേ, ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി encouraged through health education and by providing opportunity for participation of the people in the health program. Okay, എങ്ങനെ വേണം? ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ കുറിച്ചൊരു അവബോധം, ഒരു കോൺഷ്യസ്, നമുക്കൊരു ബോധം എങ്ങനെ നമുക്ക് നിർത്തണം? എങ്ങനെ എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം? ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. കണ്ടോ? ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്ക് കുറച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇപ്പൊ ക്യാമ്പുകൾ കൊടുക്കാം, സെമിനാറുകൾ കൊടുക്കാം. അങ്ങനെയൊക്കെ ആ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്ക് എന്തുണ്ടാക്കണം?
ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാക്കണം. ആൻഡ് ബൈ പ്രൊവൈഡിങ്, പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. എന്തിനാ? ഫോർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഹെൽത്ത് പ്രോഗ്രാം. കണ്ടോ, ഹെൽത്ത് പ്രോഗ്രാമില് ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോഴും എന്താണ്, അവർക്കൊരു ഹെൽത്ത് കോൺഷ്യസ് കിട്ടൂലേ? കിട്ടൂലേ? ആ പ്രോഗ്രാമിലൊക്കെ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഹെൽത്തിനെ കുറിച്ചൊരു ബോധം അല്ലെ അവർക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ആ രണ്ട് രീതിയിലൂടെ എങ്ങനെയൊക്കെയാണ് ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. ഹെൽത്ത് കോൺഷ്യസ് ഷുഡ് ബി എൻകറേജ്. എങ്ങനെ എൻകറേജ് ചെയ്യണം? ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും പിന്നെ എന്താണ് പറഞ്ഞേക്കണേ, അവർക്ക് ആ ഹെൽത്ത് പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്നതിലൂടെയും ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയും എന്ത് ചെയ്യണം? ഹെൽത്ത് കോൺഷ്യസ്, ഹെൽത്തിനെ കുറിച്ചുള്ളൊരു ബോധം അവർക്ക് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ശില്പ, അനുഷ, ക്ലിയർ ആണ് ആ പോയിന്റ്? ഹെൽത്ത് കോൺഷ്യസ് എങ്ങനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അശ്വതി ഇട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇനി അടുത്ത നോക്കിയേ, ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ഡോക്ടേഴ്സ് ഹാവ് ബീൻ ട്രെയിൻഡ് ടു ആക്ട് ആസ് സോഷ്യൽ ഫിസിഷ്യൻ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഡോക്ടർമാരെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം? എന്തായിട്ട്? സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാൻ. ആരാണ് അപ്പൊ സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ? ആരാ? ഒരു സൊസൈറ്റിയുടെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സർവീസ് നൽകുന്നവര് അല്ലെ? സൊസൈറ്റിയുടെ ഹെൽത്തിനെ കുറിച്ച് എന്താ പറയാ, കോൺഷ്യസ് എന്താ വെച്ചാൽ അവർക്കടെ ഒരു സൊസൈറ്റിയുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നവരാണ് സോഷ്യൽ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ സൊസൈറ്റിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അവിടുത്തെ ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടാനുള്ള സേവനങ്ങൾ അല്ലെ, അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നവരാണ് സോഷ്യൽ ഫിസിഷ്യൻ. അപ്പൊ ഡോക്ടേഴ്സുമാരെ എന്തായിട്ട് അവിടെ നോക്കി എന്താക്കി ട്രെയിൻ ചെയ്യിക്കണം? ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻ. ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് പ്രവർത്തിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കണം. ആസ് വെൽ ആസ് അതിന്റെ ഒപ്പം തന്നെ എന്താ? ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. ആളുകൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രൊമോട്ട് ചെയ്യണം. അതിന്റെ ഒപ്പം എന്താ പറഞ്ഞേക്കണേ? ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ പീപ്പിൾ. ആളുകൾക്കായിട്ട് ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കണം. പോയിന്റ്സ് ഇങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇങ്ങനെ പറയുമ്പോ ക്ലിയർ ആയി പോണില്ലേ? പിന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ സെക്ഷനിൽ നിന്ന് വന്ന അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ലാസ്റ്റ് പാർട്ടൊക്കെയാണ് ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ്. അതിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ അവിടെ കിടക്കുന്നുണ്ട്. ഒരു 4-5 ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടേക്കണം കേട്ടോ. എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത് നോക്കിയേ, nursing personnel and other associated health personnel should provide community oriented education. അടുത്ത് കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? നഴ്സിംഗ് പേഴ്സണൽ, നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്ക്, പിന്നെ മറ്റുള്ള അതുപോലെ തന്നെ അതർ അസോസിയേറ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെൽത്ത് പ്രൊഫഷണൽസ്ക്ക് എന്താ പേഴ്സണൽസിന് എന്ത് ചെയ്യണം? ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കണം. സാമൂഹികാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നൽകണം. Okay, nursing personnel and other associated health personnel should provide. എന്ത് പ്രൊവൈഡ് ചെയ്യണം? എങ്ങനെ വേണം? കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഒരു സമൂഹാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നൽകണം. ആർക്കൊക്കെ? നഴ്സിംഗ് ഉദ്യോഗസ്ഥർക്കും അവരുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് പേഴ്സണൽ, ആരോഗ്യ ഉദ്യോഗസ്ഥർക്കും ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് അല്ലെ, കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അടുത്ത നോക്കിയേ, ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽസ് ആർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. കണ്ടോ? അടുത്ത പുതിയ കാറ്റഗറിയില് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഹെൽത്ത് പേഴ്സണൽ, ഹെൽത്ത് ഉദ്യോഗസ്ഥരില്ലേ, അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. അതെല്ലായിടത്തും കൊടുക്കണേ അല്ലേ? പുതിയ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊമോട്ട് ചെയ്യും അല്ലെ, പ്രൊവൈഡ് ചെയ്യും, ട്രെയിനിങ്ങുകൾ കൊടുക്കും. എന്തിനാ?
ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കുന്നതിന്, അല്ലെ? ആദ്യമായിട്ട് കയറിയിട്ടുള്ള ആളുകളാണ്, പുതിയ കാറ്റഗറി പെട്ടവരാണെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റൂല, അല്ലെ? അപ്പൊ അവർക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, ഇന്ന പോലെ ആളുകളെ നോക്കണം, ഇന്ന സർവീസുകള് ഇന്ന രീതിയിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കും ആദ്യം തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കും. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇല്ലേ ട്രെയിനിങ്? ഇല്ലേ അവർക്ക്? അല്ലെ? ഒരാഴ്ച 2 ആഴ്ച ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ അവർക്ക് പരിശീലനം കൊടുത്തിട്ടാണ് അവർ ആ സെക്ഷനിലേക്ക് കയറ്റുന്നത്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ, അല്ലെ? നല്ല രീതിയിൽ അവിടെ സർവീസ് കൊടുക്കാനാണ്, അവർക്കൊരു പരിശീലനം കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയ കാറ്റഗറിയിൽ വരുന്ന ഹെൽത്ത് പേഴ്സണൽസിന്, ഹെൽത്ത് ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ? ആളുകൾക്ക് നല്ല സർവീസ് കൊടുക്കാൻ. ഓക്കെ, അടുത്ത നോക്കിയേ. ഓൾ ദ സിസ്റ്റം ഓഫ് മെഡിസിൻ ഷുഡ് ബി പ്രൊമോട്ടഡ് ടു പ്രൊവൈഡ് ഡീസന്റ് ഹെൽത്ത് കെയർ ടു പീപ്പിൾ. All the system of medicine should be promoted. പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക. ജനങ്ങൾക്ക് ഒരു ഹെൽത്ത് കെയർ നൽകുന്നതിന് എല്ലാ തലത്തിലുള്ള മാന്യമായ, ഡീസന്റ് എന്ന് വെച്ചാൽ മാന്യമായ എല്ലാ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും പ്രോത്സാഹിപ്പിക്കണം. എല്ലാം കണ്ടോ? ഓൾ ദ സിസ്റ്റം ഓഫ് മെഡിസിൻ, എല്ലാ തരത്തിലുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ പല ഇതുണ്ടല്ലോ, അങ്ങനെ ചികിത്സാ സമ്പ്രദായങ്ങളും കേട്ടോ. അത് എന്ത് ചെയ്യണം? അവർ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് ആളുകൾക്ക് നല്ല കെയർ കൊടുക്കാനായിട്ട്, നല്ല ഹെൽത്ത് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുമുള്ള മെഡിസിൻ സിസ്റ്റങ്ങളും എന്ത് ചെയ്യണം? അവിടെ പ്രൊമോട്ട് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇനി second last point നോക്കിയേ. Utilize community resource and to promote local participation in health programs at village level. പിന്നെ അടുത്ത എന്താ? നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ആൻഡ് പ്രൊമോട്ട്, പിന്നെ എന്താ പറഞ്ഞേക്കണ്ടേ? പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടതെന്ന് നോക്കിയേ. ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാം അറ്റ് വില്ലേജ് ലെവൽ. എല്ലാ ഗ്രാമതലങ്ങളിലും ഈ ഹെൽത്ത് പ്രോഗ്രാമിൽ അവിടുത്തെ ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ ആ സെക്ഷനിലുള്ള എല്ലാവർക്കും, അല്ലെ, അത് ഒരു ഹെൽത്ത് കെയർ അവയർനെസ് കിട്ടുകയും ചെയ്യും. അവിടുത്തെ റിസോഴ്സുകൾ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താനും പറ്റും. Utilize community resource and to promote local participation in health programs at all the village level. എല്ലാ ഗ്രാമതലങ്ങളിലും ഹെൽത്ത് പ്രോഗ്രാമില് ലോക്കൽ പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ. There should be provision for staff development program. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. There should be provision for staff development program. സ്റ്റാഫുകൾക്ക് സ്വയം വികസിക്കാനുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ അങ്ങനെ ഒരു വ്യവസ്ഥയും ഉണ്ടാകണം. ഇതെല്ലാം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസിൽ വന്നതാണ്. മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടും കേട്ടോ. അത് കണ്ടുകൊണ്ട് ഇനി ആരും വിഷമിക്കേണ്ട. മെയിൻ എക്സാമിന് ഈ സെക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനിയിപ്പോ നാളെ ഇല്ലെങ്കിൽ എനിക്ക് നാളത്തേക്ക് ക്വസ്റ്റ്യൻ ഇടാണ്ടാവില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണ്ടത് എനിക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ഇടാനായിട്ട്. അപ്പൊ അതിന് ഞാൻ ഇതിൽ നിന്ന് ഇട്ടേക്ക് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാണ് അതിനകത്ത് പ്രിൻസിപ്പൾസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിലേക്ക് ഇടും കേട്ടോ. ഓക്കെ, ബാക്കി നിങ്ങൾ മെയിൻ എക്സാമിൽ ഇത് ഫുൾ ഇരുന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ഇതുപോലെ കുറെ 14 പോയിന്റ്സ് ഉണ്ട്. ഒന്ന് മനസ്സിലാക്കി പോവാം. ഞാനത് ഷോർട്ട് ചെയ്ത് തരുകയും ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ നോക്കിയാൽ വലിയ പോയിന്റ്സ് ആ കിടക്കണേ. അതിനെ കുഞ്ഞിതാക്കി ഒന്ന് ഷോർട്ട് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കി അത്രയും അതിനെ സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ഫസ്റ്റ് നോക്കിയ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾസ് അല്ലേ, തത്വങ്ങളല്ലേ പറഞ്ഞത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ. എളുപ്പല്ലേ? അല്ലെ? പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുക.
ടു പ്രൊമോട്ട് അവയർനെസ്. എന്താ? അവയർനെസ് പ്രോത്സാഹിപ്പിക്കണം. എന്തിനെ കുറിച്ചാ? ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ. എല്ലാ തലങ്ങളിലുള്ള ആളുകള്, അല്ലെ, എല്ലാ സെക്ഷനിലുമുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവബോധം, അവയർനെസ് പ്രോത്സാഹിപ്പിക്കുക. അതെന്തിന്റെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലേ, ലക്ഷ്യങ്ങളാട്ടോ. അവർക്ക് എല്ലാ സെക്ഷനിലുമുള്ള ആളുകൾക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു ആരോഗ്യ പരിചരണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവരിൽ ഒരു അവബോധം വളർത്തിയെടുക്കുക. കിട്ടിയ ഒന്നാമത്തെ പോയിന്റ്? ക്ലിയർ അല്ലേ? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ. അത്രയും പോരെ? അതിൽ നിന്ന് അത്രയും നോട്ട് ചെയ്ത പോരെ? ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്താട്ടകം തന്നെ. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്, പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഇനി അടുത്ത് നോക്കിയേ, ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. എന്താ പറഞ്ഞേക്കുന്നത്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫങ്ഷണറീസ് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥര്, അവർക്കിടയിൽ അവയർനെസ് പ്രോത്സാഹിപ്പിക്കുന്നതിന്. ആദ്യം നമ്മൾ ആരെ പറഞ്ഞേ? ആളുകൾക്കിടയിൽ, അല്ലെ, എല്ലാ സെക്ഷനിലുമുള്ള ആളുകൾക്കിടയിൽ അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നതിന്, അല്ലെ. രണ്ടാമത്തെ ആർക്കിടെ ഇടയിലാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ അവയർനെസ് പ്രോത്സാഹിപ്പിക്കുന്നതിന്. 2 പോയിന്റ് ക്ലിയർ ആണോ നോക്കി ഒബ്ജക്റ്റീവ്സിന്റെ? ആദ്യം ആളുകൾക്കിടയിൽ, രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് പ്രോത്സാഹിപ്പിക്കുന്നതിന്. ക്ലിയർ അല്ലേ അനുഷ, അശ്വതി, ആൻസി? ഓക്കെ, ശരി. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. To encourage research in the field of health and hospital management to make the better the efficiency of healthcare delivery system. ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ കാര്യക്ഷമത, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത, കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ നോക്കിയേ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ ഒരു റിസർച്ച്, ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്. അപ്പൊ ഇതിനകത്ത് എത്ര നോട്ട് ചെയ്താൽ മതി? ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അത്രയും പോരെ? പോരെ? ഓർത്തിരിക്കാലോ? To encourage research in the field of health and hospital management. അത്ര മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, അല്ലെ, ഓരോരോ പരീക്ഷണങ്ങള്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങള്, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന എവിടെയുള്ളതാ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു റിസർച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്. ഇനി എന്തിനു വേണ്ടിയിട്ടാ റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്തിനാ? ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി, കാര്യക്ഷമത ഇംപ്രൂവ് ചെയ്യാൻ, ബെറ്റർ ആക്കാൻ. ആദ്യത്തെ മാത്രം നോട്ട് ചെയ്തിട്ട് മതി കേട്ടോ. റിസർച്ചിനെ എൻകറേജ് ചെയ്യുന്നതിന് എവിടെയാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ. ഇനി ഫോർത്ത് പോയിന്റ് നോക്കിയേ. എക്സാമിന്റെ ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. എക്സാം ആവട്ടെ, അപ്പത്തേക്ക് നിങ്ങൾക്ക് ഡേറ്റ് പറയൂ കേട്ടോ. അടുത്ത നോക്കിയേ. To encourage the development of high quality hospital services and community health care. To encourage എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാ? The development of high quality hospital services and community health. ഉയർന്ന നിലവാരമുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസുകള്, ഹൈ ക്വാളിറ്റിയിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സെന്റേഴ്സ്, അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന്, വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഡെവലപ്മെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന്. To encourage the development എന്തിന്റെയാ? ഹോസ്പിറ്റൽ സർവീസിന്റെയും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിന്റെയും. ക്ലിയർ ആയോ? To encourage the development of high quality hospital services and community health care. Clear അല്ലേ? നാലാമത്തെ പോയിന്റ്. ഓക്കെ, അടുത്ത നോക്കിയേ. To encourage a meeting,
ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന്, ടു എൻകറേജ് എ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാന്ന് നോക്കിയാൽ മീറ്റിംഗ് എന്തിനാണ് വെക്കണേ? ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എമംഗ് ദ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്. ആർക്കിടെ ഇടയിലാന്ന് നോക്കിയേ? ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെ, അക്കാദമിയിലെ ഒരംഗം, അക്കാദമിഷ്യൻസിന്റെ, അഡ്മിനിസ്ട്രേറ്റർമാരുടെ, പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി, പബ്ലിക്കിന്റെ ആൻഡ് ദ പബ്ലിക്, ഇവർക്കിടെ ഒക്കെ ഇടയിൽ നോക്കി എന്തിനു വേണ്ടിയാ? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. കണ്ടോ? നോക്കിയേ ആർക്കിടെയൊക്കെയാ നോക്കിയേ? ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെ, അക്കാദമിഷ്യന്റെ, അഡ്മിനിസ്ട്രേറ്ററിന്റെ, പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡി, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കേട്ടോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, പബ്ലിക്, പൊതുജനങ്ങളുടെ ഒക്കെ ഇടയില് അതൊക്കെ അവർക്കൊക്കെ ആയിട്ട് അവർക്ക് ഐഡിയാസ്, അവർക്ക് ഇടയിലുള്ള ഐഡിയകള്, അവർക്കുടെ ഇൻഫർമേഷൻ, ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് എന്ത് വേണം? ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായോ? അവർക്കിടെ ഇടയില് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, പലതരത്തിലുള്ള നിയമപരമായിട്ടുള്ള ബോഡി, പബ്ലിക്, ഇവർക്കിടെ ഇടയിൽ അവർക്കുള്ള ഐഡിയാസും അവർക്കുടെ വിവരങ്ങളും ഇൻഫർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ, പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടി അത് ചെയ്യേണ്ട മീറ്റിംഗ്? എന്തിനാ? ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. ഫോർ ദ ഇംപ്രൂവ്മെന്റ്. എന്തിനു വേണ്ടിയാണ്? ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ആളുകൾക്കിടെ ഇടയിലൊക്കെ അവർക്കുള്ള ഐഡിയകളും ഇൻഫർമേഷനും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. അത്രയൊക്കെ നോട്ട് ചെയ്തിട്ടോ? ടു എൻകറേജ് എ മീറ്റിംഗ്, ടു എൻകറേജ് എ മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ്? ഐഡിയാസും ഇൻഫർമേഷനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ. ആർക്കിടെ ഇടയില്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനർമാര്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് പബ്ലിക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മീറ്റിംഗ് വയ്ക്കുന്നത്? എന്തിനാ? അല്ലെങ്കിൽ അവരെ ഐഡിയാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. ക്ലിയർ ആവുന്നില്ല? ഇപ്പൊ നമ്മുടെ ഇടയിൽ മീറ്റിംഗ് വയ്ക്കാം അല്ലെ? അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ആവട്ടെ, പുതിയ പുതിയ ഐഡിയകൾ കൊണ്ടുവരും അല്ലെ? അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയാ, ഒരു മീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ്. ഇനി ആറാമത്തെ പോയിന്റ് നോക്കിയേ. To evolve norms and standards. Norms and standards. നിയമങ്ങള് കേട്ടോ, നിയമങ്ങളൊക്കെ, നിയമങ്ങള്, പെരുമാറ്റച്ചട്ടങ്ങള്, സ്റ്റാൻഡേർഡുകള്, നിയമങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടങ്ങള്, പിന്നെ അതുപോലെ മാനദണ്ഡങ്ങള്, സ്റ്റാൻഡേർഡുകള്. To evolve ചെയ്യാന്ന് വെച്ചാൽ വികസിപ്പിക്കുക. To evolve norms and standards for accreditation of health care organization and to adopt means of evaluation of such institution to increase the quality of health care in the community. ഒന്ന് നോക്കിയേ എന്താ പറഞ്ഞേക്കുന്നേ? എന്തിനു വേണ്ടിയിട്ടാണ് നോക്കിയേ? ഒരു നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം അത് വികസിപ്പിക്കുന്നതിനായിട്ട്, to increase the quality of health care in the community. എന്തിനാ? സമൂഹത്തിലെ ഒരു ആരോഗ്യ സംരക്ഷണം അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക. ഇത്രയും നോട്ട് ചെയ്തിട്ട് മതി, വരച്ചാൽ മതി കേട്ടോ. അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. To evolve the norms and standards for accreditation of health care organization. അത്രയും നോട്ട് ചെയ്താൽ മതി. അല്ല ഇനി എന്തിനു വേണ്ടിയാ? എന്നിട്ട് എന്താ പറഞ്ഞത്? അഡോപ്റ്റ് ചെയ്യുക മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ? അത്തരം സ്ഥാപനങ്ങളുടെ മൂല്യനിർണയ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. മനസ്സിലായോ? ഒരു സമൂഹത്തിന്റെ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി, ഒരു ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ. ലാസ്റ്റത്തെ സെന്റൻസ് ആണ് പറഞ്ഞേ, ലാസ്റ്റത്തെ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ ബാക്കിൽ നിന്ന് വായിച്ചു പോവുക. ഒരു കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുക, ഇവോൾവ് ചെയ്യുക.
ഇനി അടുത്ത നോക്കിയ ഏഴാമത്തെ പോയിന്റ്, ആറാമത്തെ പോയിന്റ് പറഞ്ഞ അല്ലെ, ഏഴാമത്തെ പോയിന്റ്, ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻ ഓൾ സൈഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, കോമ, ഇവിടെ ഒരു കോമ ഇട്ടേ കേട്ടോ, എല്ലാ തരത്തിലുമുള്ള ഹോസ്പിറ്റൽ സേവനങ്ങള്, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. കണ്ടോ, അവിടെ എല്ലാം ഉൾപ്പെടുന്ന എന്താണ്, അവിടെ എല്ലായിടത്തും ഉള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ, എന്തിനാ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്, ട്രെയിനിങ്ങിനും റിസർച്ചിനുമുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അത്രയും നോട്ട് ചെയ്തിട്ടാ മതി. ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. പഠിക്കാൻ എളുപ്പത്തിലാണ് പറയുന്നേ, ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ബൈപ്പാട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ടു പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, ട്രെയിനിങ് അവർക്ക് പരിശീലനത്തിന് റിസർച്ചിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യണ്ടേ? ഇൻ ഓൾ സെക്ടർ ഓഫ് ഹോസ്പിറ്റൽ സർവീസസ്, എല്ലാ സൈഡിലുമുള്ള ഹോസ്പിറ്റൽ സർവീസുകളുടെ, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന്റെ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ, കണ്ടോ, അങ്ങനെയുള്ള അതിന്റെയൊക്കെ ട്രെയിനിങ്ങും റിസർച്ചിനുമുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി അടുത്ത നോക്കി, ടു റിനോവേറ്റ്, റിനോവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കുക. The knowledge and the skills of health and hospital administrator and the other personnel. കണ്ടോ, അത്രയും നോട്ട് ചെയ്തിട്ടാ മതി, അത്രയും അണ്ടർലൈൻ ചെയ്താൽ മതി. എന്താ, ടു റിനോവേറ്റ്, റിനോവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നവീകരിക്കാൻ, പുതുക്കുക. എന്ത്, the knowledge and skill of the ആർക്കാണ്, of the health and hospital administrator and the other personnel. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുടെ, മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ, ഇവരുടെ നോളജ്, അവരുടെ അറിവുകള്, സ്കില്ല്, കഴിവുകള് ഒക്കെ നവീകരിക്കുക. ഏതിൽ ഉൾപ്പെടുന്നതാണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ഇൻ മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ by way of continuous education and research. എന്തിലൂടെയാണ്, കണ്ടിന്യൂസ് എഡ്യൂക്കേഷനിലൂടെ, തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെയും ഗവേഷണങ്ങളിലൂടെയും ഒക്കെ എന്ത് ചെയ്യുക, ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ, മറ്റുള്ള പേഴ്സണൽസ്, ഇവരുടെ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്ന കേട്ടോ. മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റുള്ള പേഴ്സണൽ, അവരുടെ നോളജും സ്കില്ലും റിനോവേറ്റ് ചെയ്യുക. അപ്പൊ എന്തോരം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അവിടെ, ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അതർ പേഴ്സണൽ. അത്രയും മതി കേട്ടോ. ക്ലിയർ ആവുന്നില്ല? നിങ്ങൾക്ക് പറയണതൊന്ന് മനസ്സിലാക്കി പോകാൻ പറ്റല്ലേ? അടുത്ത് നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നേ, ടു എൻകറേജ്, എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, പ്രോത്സാഹിപ്പിക്കുക. ടു എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക. Okay, grant recognition of research in the field of health and hospital management and to afford awards, awardകൾ നൽകുക, സ്കോളർഷിപ്പുകൾ നൽകുക, and assistant, അവർക്ക് വേണ്ട സഹായം കൊടുക്കുക, in other suitable forms to deserving individuals and institution. എന്താ, ഹെൽത്ത് ഹോസ്പിറ്റൽ, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ ഗവേഷണങ്ങളെ, റിസർച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട അംഗീകാരം നൽകുന്നതിനും, എന്താ, അങ്ങനെ അംഗീകാരം നൽകുന്നതിനും അതിന് അർഹമായ വ്യക്തികള്, കണ്ടോ, ഡിസർവിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന് അർഹമായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യുക, സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യണം, അനുയോജ്യമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന അവാർഡുകള്, സ്കോളർഷിപ്പുകള്, അവർക്ക് വേണ്ട സഹായങ്ങള്, അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. To encourage and grant recognition of research in the field of health and hospital management. Health and hospital management മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്തിനെ, ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർക്കുള്ള അംഗീകാരം നൽകുന്നതിനും എന്താ, അർഹമായ വ്യക്തികള് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് എന്ത് ചെയ്യുക,
അവാർഡുകള്, സ്കോളർഷിപ്പ്, അസിസ്റ്റന്റ്, സഹായവും നൽകുക. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ടു എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുക, ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നീഷൻ, വലിയ അംഗീകാരം നൽകുക. ടു റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അർഹമായ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇവർക്കെല്ലാവർക്കും അവാർഡുകള്, സ്കോളർഷിപ്പ്, അതിനുവേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അനുയോജ്യമായ രൂപങ്ങളിൽ നിന്നും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അടുത്ത നോക്കിയേ, ടു ഫങ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി. അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. എന്താണ്? ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, in the best interest of community and the country, to central and state government, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization. അതാണ് ഏത് നേരം പോലെ അവിടെ കിടന്നിട്ട് കേട്ടോ. നോക്കിയേ, എന്തെങ്കിലും നമുക്ക് സേവനങ്ങളോ അല്ലെങ്കിൽ ഡിമാൻഡുകളോ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ കൺട്രി, രാജ്യത്തിന്റെ ഒക്കെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നിലനിർത്താൻ ഈ പറയുന്ന, എവിടെ തുടങ്ങിയ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് തുടങ്ങി വായിച്ചില്ലേ, ആ പറയുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വൈസറി ബോഡിയായിട്ട് പ്രവർത്തിക്കുക, ഒരു ഉപദേശക ബോഡിയായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അത്രയും നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് വലിയ വാരി വലിച്ചങ്ങ് നോക്കണ്ട. ടു ഫങ്ഷൻ ആസ് എ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, ഒരു ഉപദേശക ബോഡിയായി പ്രവർത്തിക്കുക. എവിടെയൊക്കെയാണ്, ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, public sector undertaking, healthcare delivery organization, public health and health system development, teaching and training organization, and other health related associated organization. കണ്ടോ, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ രാജ്യത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ആവശ്യങ്ങൾ നിലനിർത്താൻ ട്ടോ. ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെയും കമ്മ്യൂണിറ്റിയുടെയും ആവശ്യങ്ങള്, താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കൺസൾട്ടേറ്റീവ് ബോഡി, ഒരു ഉപദേശക ബോഡിയായി പ്രവർത്തിക്കുക. പിന്നെ അടുത്ത പോയിന്റ് നോക്കി, 11ാമത്തെ. ഇത്രയും മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടു ഹെൽപ്പ്, എന്തിനു സഹായിക്കണം? ടു പ്രിപ്പയർ സോപ്സ്. സോപ്പ് നേടില്ലേ? SOPs എന്താ? അവിടെ ഒന്ന് എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചോ കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ, SOP. ടു ഹെൽപ്പ് ടു പ്രിപ്പയർ, എന്തിനു സഹായിക്കണേ? പ്രിപ്പയർ ചെയ്യാൻ. എന്ത്? ടു ഹെൽപ്പ് ടു പ്രിപ്പയർ, പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. എന്താ? സോപ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, മാനുവലുകള്, ലിറ്ററേച്ചർ, സാഹിത്യം, ബുക്കുകള്, ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്, ടെക്സ്റ്റ് ബുക്ക് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡന്റ് ആൻഡ് ഫാക്കൽറ്റി, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, ഈ പറഞ്ഞ പേരുകളില്ലേ, അവിടെ ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വേണമെങ്കിൽ വെച്ചോ കേട്ടോ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് തുടങ്ങി ബാക്കി പറയുന്ന താഴെ വരെ അതിന്റെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, ഇങ്ങനെ ഇത്രയും ഈ പറഞ്ഞ ഞങ്ങൾക്ക് വായിച്ചില്ലേ, ആ പറഞ്ഞ എല്ലാ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതിനുവേണ്ട മാനുവൽസ്, ലിറ്ററേച്ചർ, സാഹിത്യം, ബുക്സ്, ഇവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. പോയിന്റ് എളുപ്പമല്ലേ? കുറെ വാരി വലിച്ച് അവിടെ തന്നിട്ടുള്ളൂ കേട്ടോ. ഓരോന്നും ആരൊക്കെയാണെന്ന് എടുത്തു പറഞ്ഞേക്കുക. ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, മാനുവല്, ലിറ്ററേച്ചർ, സാഹിത്യം, ബുക്കുകള്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ക്ലിയർ ആയോ പോയിന്റ്? വലുതാണ്, പക്ഷെ കുഞ്ഞു കാര്യല്ലേ? അല്ലെ? അത്ര മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി.
to help them prepare SOAP's manual, literature and books on healthcare management. Healthcare management, quality and accreditation, healthcare technology, healthcare industry related subject, textbook for health management courses, textbook, benefits of students and faculty. Faculty എന്ന് വെച്ചാൽ അധ്യാപകർ. സ്റ്റുഡൻസിനും അധ്യാപകർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, ബെനിഫിറ്റ് ആക്കുന്ന ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്റെ ടെക്സ്റ്റ് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി, ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടി, ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി, ഈ പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബുക്കുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇനി 12ാമത്തെ പോയിന്റ് നോക്കിയേ, ടു ടാക്കിൾ. കുഞ്ഞു കാര്യമുള്ളൂ, ഇതുപോലെ വരച്ചു തന്നിട്ടുള്ളൂ. ടു ടാക്കിൾ, കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ നേരിടുക. ടാക്കിൾ എന്ന് പറഞ്ഞു. To tackle professional consultancy in the field of healthcare management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public healthcare facility, and the services for overall improvement of the facility. കണ്ടോ, ഹെൽത്ത് സിസ്റ്റം മുതൽ നമ്മൾ വായിച്ച എല്ലാ പോയിന്റ്സും, ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി, അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. കണ്ടോ, ഈ പറയുന്ന മുതലായ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട്, ഈ പറയുന്ന എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട് മികച്ച അഭിപ്രായങ്ങൾ ആരായുക. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഉപദേശങ്ങള്, അഭിപ്രായങ്ങള് ആരായുകയും അതെന്ത് ചെയ്യുക, അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക, അതിനെ നേരിടുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നത്? ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഓവറോൾ ഇംപ്രൂവ്മെന്റിനായിട്ട്. കണ്ടോ, ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർക്കടെ ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി, അല്ലെ, ഒരു ഉപദേശം മുതലായ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും ആരായുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി. പിന്നെ അത് ഇത്രയും പഠിച്ചാൽ മതി. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി. പ്രൊഫഷണൽ കൺസൾട്ടൻസി കൈകാര്യം ചെയ്യുന്നതിന്, നേരിടുന്നതിന്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ. കണ്ടോ, ഇനി അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുക ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. കണ്ടോ, ഒരു ആരോഗ്യ പരിരക്ഷയുടെ ക്വാളിറ്റി, ഗുണനിലവാരവും പരിശീലനവും മെച്ചപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായിട്ട് വിവിധ മാനദണ്ഡങ്ങളിലുള്ള ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ഒരു അവാർഡ് കോമ്പറ്റീഷൻ നടത്തുക. അത്രയും മതി അവിടെ. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. To conduct inter-hospital or institution award competition. എവിടെയാണ്? On different parameters to bring competitiveness for enhancing health quality and training. ഒരു ഹെൽത്ത് ക്വാളിറ്റി, ആരോഗ്യ പരിരക്ഷയുടെ ഗുണനിലവാരവും അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ പരിശീലനവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു കോമ്പറ്റീറ്റീവ്, ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിന്, അവർക്കിടയിൽ ഒരു മത്സരക്ഷമത കൊണ്ടുവരുന്നതിനായി പല മാനദണ്ഡങ്ങളിൽ നിന്നുള്ള ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുക. അല്ലെ, ഹോസ്പിറ്റലിന്റെ ഇടയിൽ തന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തിയിട്ട് അതിനകത്ത് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത്, അല്ലെ, ഹെൽത്ത് കെയർ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് അതിനായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാ അവാർഡുകൾ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെ, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂലേ? ഹെൽത്ത് ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റൂലേ? അല്ലെ?
ഇന്റർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്തുക. അത്ര നോട്ട് ചെയ്താൽ മതി. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ് കോമ്പറ്റീഷൻസ്. ലാസ്റ്റ് പോയിന്റ് ഓക്കെ. ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു ഇൻഡിവിജ്വൽ ഹു ഹാവ് മെയ്ഡ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻ ജനറൽ ആൻഡ് ടു ദ അക്കാദമി ഇൻ പർട്ടിക്കുലർ. കണ്ടോ, ഈ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് പൊതുവെയും അക്കാദമിക് ആയിട്ടുള്ള മേഖലയിലൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി, നമുക്ക് സാധാരണ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അസാധാരണവും ശ്രദ്ധേയമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവിടെ സംഭാവന നൽകിയ ആളുകളുണ്ടല്ലോ, ആ ഫീൽഡില് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. എന്താ, ടു റിയലൈസ് ആൻഡ് റിയലൈസ് ചെയ്യുക ആൻഡ് മേക്ക് ഫെസിലിറ്റി, അവരെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള സൗകര്യവും കൊടുക്കുക. എന്തിനാ, ആർക്കാണ്? ടു ദ ഇൻഡിവിജ്വൽ who have made an extraordinary and significant contribution in the field of health and hospital management. ഇത്ര മനസ്സിലായില്ലേ? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് ആ ഒരു ഫീൽഡില് ഒരു ശ്രദ്ധേയമായ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള ഫെസിലിറ്റി, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. കിട്ടിയോ? ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് ശ്രദ്ധേയമായ സംഭാവന നൽകിയ വ്യക്തികള് അവരെ എന്ത് ചെയ്യണം? തിരിച്ചറിയുക, റിയലൈസ് ചെയ്യുക. അവര് തിരിച്ചറിയുകയും അവർക്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി, അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുക. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. 14 പോയിന്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പ്രിൻസിപ്പിളും ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, അതൊന്ന് മനസ്സിലേക്ക് നോക്കി വെക്കാം. അല്ലാതെ ആരും ഈ പേരുകൾ മുഴുവനും ബൈപ്പാട്ട് ചെയ്ത് മൊത്തം ഒന്ന് കാണാതെ പഠിക്കണ്ട. ഈ ഒരു ചാപ്റ്ററിൽ ഇനി വരുന്ന സെക്ഷനിൽ ഇവിടെ തുടങ്ങിയുള്ളത് ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അതിൽ നിന്നൊക്കെയാണ് എപ്പോഴും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇവിടെയൊക്കെ ഉണ്ട് കുറെ ഈ ഫോർമുലാസ് ഇല്ലേ, അതെല്ലാം മെയിൻ എക്സാമിലും പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും മിക്ക ഫോർമുലയും കണ്ടേക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്, അതിൽ നിന്ന് അധികം മെയിൻ എക്സാമിൽ അങ്ങനെ കണ്ടിട്ടില്ല. മെയിനില് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തായിരിക്കും. 1 or 2 ഫോർമുലാസ് പഠിക്കാണ്ട് കണ്ടോ. പിന്നെ ഇവിടെ നമ്മൾ കുറെ ഉണ്ട്, ഈ ടേബിളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പിന്നെ അടുത്തത് ഏതാണ്ട് ഇവിടെ ഇതെല്ലാം ചലഞ്ചസ്, പിന്നെ കണ്ടോ ഈ പേഷ്യന്റ് സർവീസ് ചലഞ്ച്, ഇന്റേണൽ ചലഞ്ച്, ഇതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. അതാണ് ആ ഒരു സെക്ഷനെ ബേസ് ചെയ്തായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിൻസിപ്പിൾസും ഒബ്ജക്റ്റീവ്സും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഫുള്ള് ഇരുന്ന് ബൈപ്പാട്ട് ചെയ്ത് പഠിക്കണ്ട. ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് പറയണേ. അതിൽ നിന്ന് അധികം അങ്ങനെ നമ്മുടെ എക്സാമിനേഴ്സിന് അധികം ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കല് കുറവാണ്. ഒന്ന് വായിച്ച് മനസ്സിലാക്കി മതി. ഇതിപ്പോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് പറയാനേ പറ്റുള്ളൂ. നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക, വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് പഠിച്ചതിന് അധികം അങ്ങോട്ട് ഫോഴ്സ് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു.